മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ എന്നാ കുഴപ്പം, എന്നാ സംഭവിക്കും, എന്നെ സംഭവിക്കുമോ എന്ന് ചോദിക്കുന്നവരോട് യേശുക്രിസ്തുവിന് പറയാനുള്ളത് ലൂക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യമാണ്. അവിടെ എഴുതിയിട്ടുണ്ട്, അല്ലല്ല, മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങൾ നശിച്ചു പോകും. നശിച്ചു പോകാതിരിക്കുവാൻ ജനം, ഇതാണ് ലോകം അറിയേണ്ടത്. യോഹന്നാൻ 3:16 എഴുതിയിട്ടുണ്ട്, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം പിതാവായ ദൈവം ഈ ലോകത്തെ സ്നേഹിച്ചു. അതേ പ്രിയപ്പെട്ടവരെ, ദൈവം എല്ലാവർക്കും ഈ ഒരു അവസരം തരും, ഈ ഒരു സമയം തരും. ഈ ഒരു സമയത്തെ മാനസാന്തരപ്പെടുവാൻ, മടങ്ങി വരുവാൻ, ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ, തെറ്റുകളെ കുറ്റങ്ങളെ ഏറ്റുപറഞ്ഞ് അനുദപിച്ച് പുതുക്കം പ്രാപിക്കുവാൻ, കർത്താവിലേക്ക് വരുവാൻ എല്ലാവർക്കും കർത്താവ് അവസരം തരും. അതെനിക്കും തന്നിരിക്കുന്നു, അത് നിങ്ങൾക്കും തന്നിരിക്കുന്നു. പക്ഷേ ഇസ്രായേലിനെ കുറിച്ച് പറയുന്നു, അവൾ മാനസാന്തരപ്പെടാൻ അവൾക്ക് മനസ്സ് കാണിച്ചില്ല, അവൾക്കതിന് മനസ്സുണ്ടായില്ല. ഹല്ലേലൂയ. കാരണം മനസ്സിന് വരുന്ന അന്തരമാണ് മാനസാന്തരം. യൂട്ടേൺ എടുക്കുന്ന അനുഭവമാണ് മാനസാന്തരം. നമ്മൾ നേരെ വണ്ടി ഓടിച്ചു പോകുന്നു, നമ്മളൊരു വഴിക്ക് പോവുകയാണ്. പക്ഷെ നമ്മൾ വണ്ടി ഓടിച്ചു പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പകുതിയായപ്പോൾ മനസ്സിലായി നമ്മൾ ഈ റൂട്ടിലല്ല പോകേണ്ടത്, ഈ റൂട്ടിലൂടെ പോയാൽ നമ്മൾ എത്തേണ്ടടുത്ത് എത്തത്തില്ല എന്ന് മനസ്സിലാകുമ്പോൾ എന്തു ചെയ്യും? വണ്ടി യൂട്ടേൺ എടുക്കും, വണ്ടി തിരിക്കും. അങ്ങനെ ഞാൻ പോകുന്ന വഴി തെറ്റാണ്, ഈ വഴി പോയാൽ ഞാൻ എത്തേണ്ടടുത്ത് ലക്ഷ്യസ്ഥാനത്ത് എത്തുകയില്ല എന്ന ബോധ്യം എനിക്ക് ലഭിച്ച് ഞാൻ തിരിഞ്ഞു വരുന്നതിനാണ്, ഞാൻ യൂട്ടേൺ എടുക്കുന്നതിനാണ്, ഞാൻ ദൈവത്തിലേക്ക് മടങ്ങി വരുന്നതിനാണ് മാനസാന്തരം എന്നർത്ഥമാക്കുന്നത്. നമ്മൾ മറ്റു പലരെ കുറിച്ചോ ചിന്തിക്കുന്നത്. ഞാൻ ആ ഒരു കാര്യത്തിൽ ബൈബിൾ പ്രസംഗിക്കുന്ന ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഒരു തിരുത്തൽ തരികയാണ്. നമ്മളെപ്പോഴും ഇങ്ങനെയുള്ള സബ്ജക്റ്റ് കേൾക്കുമ്പം, മാനസാന്തരപ്പെടുക എന്ന് പറയുമ്പം നമ്മൾ ചിന്തിക്കുന്നത് മറ്റു ചിലരെ കുറിച്ചാണ്, ജാതികളായിട്ടുള്ള ആൾക്കാരെ കുറിച്ചൊക്കെ ആയിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. മറ്റേ ആ ചേട്ടൻ മാനസാന്തരപ്പെട്ടിട്ടില്ല, മറ്റേ ആ സിസ്റ്റർ മാനസാന്തരപ്പെട്ടിട്ടില്ല. പക്ഷേ ഞാൻ വേദോസ്തത്തിൽ പഠിക്കുമ്പം ഏറ്റവും കൂടുതൽ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ആഗ്രഹിക്കുമ്പോൾ തന്നെ ദൈവം ഏറ്റവും കൂടുതൽ വാണിങ്ങുകൾ കൊടുത്തിട്ടുള്ളത് ഒരിക്കൽ മാനസാന്തരപ്പെട്ടവരോടാണ്, പിന്നെ മാറിപ്പോയവരോടാണ്. ഉദാഹരണം, ഒരു ഇടയന് 100 ആടുകൾ ഉണ്ടായിരുന്നു, അതിലെ 1 കാണാതെ പോയി. മാനസാന്തരത്തെക്കുറിച്ച് ലൂക്കോസ് സുവിശേഷം 15-ാം അധ്യായത്തിൽ യേശു പറഞ്ഞതാണ്. സുവിശേഷങ്ങളുടെ സുവിശേഷം എന്ന് വിശ്വസിക്കുന്ന ലൂക്കോസ് സുവിശേഷം 15-ാം അധ്യായത്തിൽ 100 ആടും ഒരു ഇടയന്റെ ആയിരുന്നു. അപ്പോൾ ആ 100 ആടുകളും ഇടയനെ അറിഞ്ഞ ആടുകളാണ്. അതിലൊന്ന് കാണാതെ പോയില്ലേ? കൂട്ടം തെറ്റി കൂടുവിട്ട് ഇടയനെ മറന്നിട്ട് പോയില്ലേ? ആ ആട് ഇടയനെ അറിയാത്ത ആടല്ല, ഇടയനെ അറിഞ്ഞ ആടാ. ഒരു സമയത്ത് ഇടയന്റെ കൂടെ നടന്ന ആടാ, ഇടയന്റെ ഒപ്പം നിന്ന് ഇടയൻ കൊടുത്തതായ ഭക്ഷണങ്ങൾ കഴിച്ച ആടാണ്. അതാണ് മാറിപ്പോയിരിക്കുന്നത്. ഒരു സ്ത്രീയുടെ കയ്യിൽ 10 ചതുർദ്രഹ്മ നാണയത്തെ കുറിച്ച് ആ അധ്യായത്തിൽ എഴുതിയിട്ടില്ലേ? എന്താണ് ആ 10 ചതുർദ്രഹ്മ നാണയം? 10 കൽപ്പനകളാണ്, ദൈവത്തിന്റെ 10 കൽപ്പനകൾ. ആ കൽപ്പനയുടെ പ്രമാണങ്ങൾ സ്വീകരിച്ചവളും മണവാളനുമായി വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടവളുമാണ്. ആ സഹോദരിയുടെ കയ്യിൽ നിന്നാണ്, മണവാളനെ അറിഞ്ഞ, കൽപ്പനകൾ ലഭിച്ച അവളുടെ കയ്യിൽ നിന്നാണ് ഒരെണ്ണം കാണാതെ പോയത്. പ്രൈസ് ഗോഡ്. 3-ാമത്തെ ചരിത്രത്തിലോ ലൂക്കോസ് 15:11 ഒരപ്പന് 2 മക്കൾ ഉണ്ടായിരുന്നു. അതിൽ ഇളയവൻ ദൂരദേശത്തേക്ക് യാത്രയായി. നമ്മൾ മുടിയനായ പുത്രൻ എന്ന് വിളിക്കുന്ന ചെറുപ്പക്കാരൻ, അവൻ ആരായിരുന്നു? അവൻ അപ്പനെ അറിഞ്ഞവനായിരുന്നു. ഈ അപ്പൻ എന്ന് പറയുന്നത് സ്വർഗസ്ഥനായ പിതാവാണ്. അവൻ ആ അപ്പന്റെ കൂടെ ജീവിച്ചവനായിരുന്നു, അപ്പന്റെ സാന്നിധ്യം അനുഭവിച്ചവനായിരുന്നു. പക്ഷേ അവന്റെ കയ്യിൽ പണവും പ്രതാപവും നന്മയും ഒക്കെ കിട്ടിയപ്പോൾ, എന്തൊക്കെയോ തെറ്റായ ചിന്തകളും തെറ്റിദ്ധാരണകളും ഒക്കെ അവന്റെ അകത്ത് വന്നപ്പോൾ അവൻ അപ്പനിൽ ദൂരത്തേക്ക് പോയി. പക്ഷേ കാട്ടിൽ കാണാതെ പോയ ആടിനെയും, വീട്ടിൽ കാണാതെ പോയ ദ്രഹ്മയും, നാട്ടിൽ കാണാതെ പോയ മകനെയും തിരഞ്ഞെടുക്കുന്ന, കണ്ടു കിട്ടും വരെ അന്വേഷിക്കുന്ന ഒരു ഉടമയെ നമുക്കവിടെ കാണാം. അതാണ് നമ്മുടെ കർത്താവ്. പ്രിയപ്പെട്ടവരെ, കാട്ടിൽ കാണാതെ പോയ ആട് ഇടയന്റെ ഒപ്പം നടന്നതാ. വീട്ടിൽ കാണാതെ പോയ ദ്രഹ്മ കൽപ്പനകൾ ലഭിച്ച സഹോദരിയായിരുന്നു. മണവാളനുമായി വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടവളായിരുന്നു. ഹല്ലേലൂയ.
നാട്ടിൽ കാണാതെ പോയ മകൻ അപ്പനില്ലാത്തവനല്ലായിരുന്നു, അപ്പന്റെ കൂടെ ജീവിച്ചവൻ. ദൈവത്തെ അറിഞ്ഞവർ, അവന്റെ സന്നിധിയിലേക്ക് വന്നവർ, അവന്റെ മുഖം അന്വേഷിച്ചവർ, അവനിൽ നിന്ന് നന്മ പ്രാപിച്ചവർ, അവരോട് കർത്താവ് പറയുന്നു, നീ ഉണരാതിരുന്നാൽ, ഇനിയെങ്കിലും ഉണരാതിരുന്നാൽ ഞാൻ കള്ളനെ പോലെ വരും. അതേത് നാഴികയ്ക്കെന്ന് നിന്റെ മേൽ വരുമെന്ന് നീ അറിയത്തുമില്ല. അതാ പറഞ്ഞേ, നമ്മളിപ്പോ എല്ലാവരും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നേ ഇതൊക്കെ ഒന്ന് മാറിയിട്ടോ അടുത്ത പ്രോജക്റ്റുകളെ കുറിച്ചാണ്, അടുത്ത പരിപാടികളെ കുറിച്ചാണ്. നല്ലതാണ്, ശുഭാപ്തി വിശ്വാസം എപ്പോഴും നല്ലതാണ്, പ്രത്യാശിക്കുന്ന ശുഭഭാവി നമുക്കുണ്ടാകട്ടെ. പക്ഷേ ആമോസ് 4 എഴുതിയിരിക്കുന്ന പോലെ നിന്റെ കർത്താവിനെ എതിരേൽപ്പാൻ അതേത് നിമിഷവും സംഭവിക്കാം. ആർ യു റെഡി ടു മീറ്റ് യുവർ ഗോഡ്? ആർ യു പ്രിപ്പയർഡ്? ഇല്ല കർത്താവേ എന്നാണെങ്കിൽ കർത്താവ് പറയുന്നു, മടങ്ങി